ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി. മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും. കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നീമ രാഹുൽ എന്നുള്ള പ്രശ്നം നമ്മളെല്ലാവരും ന്യൂസുകളിലും അതുപോലെ പത്രങ്ങളിലെല്ലാം കണ്ടതായിരുന്നു. അപ്പോൾ നീമ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാഹുൽ എന്നെ അങ്ങനെ ഉപദ്രവിച്ചു, ബെൽറ്റ് കൊണ്ട് ഉപദ്രവിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഗാർഹിക പീഡനമാകുമ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ കുറേ പേരുണ്ടാവുക. ആണുങ്ങളുടെ ഭാഗത്തുള്ള എന്തായാലും ആ ഒരു ഇത് ആരും കേൾക്കില്ല. അതൊരു സത്യം തന്നെയാണ്. പെണ്ണുങ്ങളുടെ ഭാഗമാണ് എല്ലാവരും കേട്ടിട്ട് പെണ്ണുങ്ങളുടെ ഭാഗത്തേ നിൽക്കുള്ളൂ. ഇപ്പോൾ ഇതാ നീമ തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ രാഹുലേട്ടനെ കുറിച്ച് പറഞ്ഞതെല്ലാം തെറ്റാണ്, അത് എനിക്ക് കൊണ്ട് പറയേണ്ടി വന്നതാണ്, വീട്ടുകാരെ നിർബന്ധിച്ചത് കൊണ്ട് പറയേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നീമത ലൈവിൽ വന്നേക്കുന്നത്. അപ്പോൾ അന്ന് രാഹുൽ ഈ കേസൊക്കെ നടക്കുക 2 ആഴ്ച മുന്നേ ആണ് ഇത് സംഭവം നടക്കുന്നത്. 2 മാസം മുന്നാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എന്തായാലും രാഹുൽ ഈ ഒരു പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ ഇവിടെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു, മാറി നിൽക്കുകയാണ്. പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും രാഹുലിൽ അന്ന് പിടിച്ചതാണെങ്കിൽ ഇപ്പോൾ അത്രയും മാസങ്ങളാണെങ്കിലും ദിവസങ്ങളാണെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. എന്തായാലും അന്ന് പോലീസിന് കിട്ടിയില്ല, പോലീസ് അന്വേഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും സത്യാവസ്ഥ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് എന്തായാലും നീമയ്ക്ക് സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് അന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് എന്താ സാഹചര്യ കുറവ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ അന്ന് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തതാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ആ കമൻറ്റ് ബോക്സിൽ ഒരുപാട് തെറിവിളികൾ കേൾക്കേണ്ടി വന്നേനെ. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തില്ല. നീമയുടെയും രാഹുലിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും രാഹുലിനെ കുറിച്ച് നല്ലൊരു ഇതാണ് നീമ പറയുന്നത്. ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഹുൽ നല്ലവനായി അന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നീമ പറഞ്ഞ കുറച്ച് വാക്കുകളോട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കാം. രാഹുലേട്ടനായിട്ട് മാത്രമല്ല, രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. വക്കീല് പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും, മിക്ക ചെലവുകളും രാഹുലേട്ടനാണ് നടത്തിയത്. ഈവൻ കല്യാണത്തിന്റെ റിങ്ങും അതിന്റെ എന്താ പറയാ ഡ്രസ്സും എല്ലാം, ഞാനിട്ട് എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിയിട്ടുന്ന രാഹുലേട്ടനാണ്. എല്ലാ ചെലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു. ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്കിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പറയേണ്ട റീസൺ, എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ പേരിലാണ് എന്നെ തല്ലിയത്. 2 പ്രാവശ്യം തല്ലി. അപ്പൊ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. അപ്പൊ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ തല്ലിയതാണ് നമ്മള്. തല്ലിയപ്പോ എന്താണ് ആ തല്ലലിലാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അവള് ബാത്റൂമിൽ പോയപ്പോ അങ്ങനെ വീണു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു. അവിടെയുള്ള ട്രീറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു. അത് അപ്പോൾ ഇതാണ് നീമ പറയുന്നത്. മാട്രിമോണിയിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് പിന്നെ ആ മാട്രിമോണിയിൽ ആ ഒരു ചെറുക്കൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എനിക്കിതിൻ്റെ മിസ്സായല്ലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തു. അതിനാണ് കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം രാഹുൽ നീമയെ അടിക്കുന്നത്. ആ അടി കണ്ടിട്ടാണ് വീട്ടുകാർ വരുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും കവിളത്ത് അടിക്കുന്ന സമയത്ത് ആ ഒരു പാടുണ്ടാവില്ല. അപ്പോൾ വീട്ടുകാർ വരുന്ന സമയത്ത് ആ ഒരു പാടാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ വീട്ടുകാർക്ക് എന്തായാലും വിഷമം തോന്നും. സ്വന്തം മകളെ
അവളുടെ ഭർത്താവ് അടിച്ചത് കാണുമ്പോൾ, അതും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് രാഹുൽ അന്ന് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് വീട്ടുകാർ ഇങ്ങനെ മാധ്യമത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ പിന്നെ ഇവൾ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കണം പിന്നെ അത് പ്രശ്നം വലുതായി വീട്ടുകാർ അറിഞ്ഞ് പിന്നെ പല പ്രശ്നങ്ങളുമായിട്ട് അത് ഇങ്ങനെയുള്ള ഒരു ഇതിലൊക്കെ വന്നു ചേർന്നത്. പിന്നെ ഇപ്പോൾ എന്തായാലും നിയമ തന്നെ പറയുന്നുണ്ട്, കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല നുണകളും പല കള്ളത്തരങ്ങളും പറയും. അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമൻ്റെ കഴുത്തിൽ വയർ വെച്ച് മുറുക്കി, അതുപോലെ കൊല്ലാൻ ശ്രമിച്ചു, അടിച്ചു, ഉപദ്രവിച്ചു, ദേഹോപദ്രവമൊക്കെ ചെയ്തു എന്ന് നിയമ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള ഇതിനാണെങ്കിലും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഒരാളുടെ ജീവിതം എന്തായാലും നശിപ്പിക്കാതിരിക്കുക. നിയമ തന്നെ പറയുന്നുണ്ട് അവന് നല്ല സ്നേഹമായിരുന്നു, സ്നേഹം കൂടുതലാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു ഭർത്താവിനെ കുറിച്ച് എത്ര ഇതുള്ള വീട്ടുകാരാണെങ്കിലും അവർ പറയണത് കേട്ടിട്ട് ഇപ്പം എന്തായാലും ഒരു കല്യാണപ്രായം ഒരു 18-19 വയസ്സാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ എന്തായാലും പെൺകുട്ടിക്ക് എന്തായാലും സ്വന്തം കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനും എല്ലാ കാര്യങ്ങളും അറിയാനുള്ള പ്രായമാണ്. അപ്പോൾ വീട്ടുകാർ പറയണത് കേട്ട് മാത്രം രാഹുലിനെ ഇത്രയധികം സ്നേഹിക്കുന്ന രാഹുലിന് എങ്ങനെയും കുറ്റങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിയമ തന്നെയാണ് ഇതിൽ തെറ്റുകാരി. ഇപ്പോൾ രാഹുൽ നിരപരാധിയാണ്. അപ്പോൾ ആ സമയത്ത് രാഹുലിനെ പിടിച്ചതാണ് രാഹുലിന് അത്രയും ഇത് പോയേനെ. അപ്പോൾ രാഹുലിന് എത്ര നാണക്കേടായേനെ. അപ്പോൾ രാഹുലിൻ്റെ ഭാഗത്ത് ശരി ഉള്ളത് കൊണ്ടായിരിക്കും രാഹുൽ നാട് മാറി നിന്നത്. അത് എന്തായാലും നല്ല കാര്യമില്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ജയിലഴിക്ക് ഉള്ളിലായേനെ. ഇപ്പോൾ 2 മാസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും ആ ഒരു ജയിലിൽ കിടന്നു എന്ന് പറയുന്ന പേര് ആ ഒരു ഇത് തന്നെ. പ്രത്യേകിച്ച് ഗാർഹിക പീഡനം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്നും ചെയ്യാനും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പെണ്ണുങ്ങൾക്കാണ് മുൻതൂക്കം കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിലിൽ എന്തായാലും ആണുങ്ങളായിരിക്കും കൂടുതലായിട്ട് കിടക്കുന്നത്. ഗാർഹിക പീഡനത്തിന് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ നിയമങ്ങൾ ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന് ഒരുപാട് ദിവസങ്ങൾ പോയേനെ. എന്തായാലും നിയമ ഇപ്പോൾ ഈ ലൈവിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും നന്നായി. ഇപ്പോൾ രാഹുൽ എന്തായാലും രക്ഷപ്പെട്ടു. അപ്പോൾ ഇനി ഇപ്പോൾ ഇതിനെതിരെ വീഡിയോ ചെയ്തവരൊക്കെ ഇപ്പോൾ എന്തൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകും. എന്തായാലും ഇത് നിയമം എപ്പോഴെങ്കിലും പറയാനുള്ള മനസ്സ് കാണിച്ചത് നന്നായി. ഇനി രാഹുലിന് എന്തായാലും നല്ലൊരു ഇത് കിട്ടട്ടെ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം പറഞ്ഞിട്ട് വന്നതാണ്. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബായ്.